അബ്ദുൽ നാസറിലേക്ക് പോകാം. നാസർ, ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇവിടെ അതായത് കണ്ണൂർ ടൗൺ സൈബർ സ്റ്റേഷനിൽ അറസ്റ്റ് ഔദ്യോഗികമായി രേഖപ്പെടുത്തുന്നു. അതിനുശേഷമായിരിക്കും വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ കോതമംഗലം പോലീസിന്റെ ഊഴമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള കേസ്, അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് അർജുനെ കൊണ്ടുപോകുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കേണ്ടതുണ്ട്. അപ്പോൾ കോതമംഗലം പോലീസ് ഇപ്പോൾ കണ്ണൂരിലെത്തിയിട്ടുണ്ടോ? ജിൽസി, കോതമംഗലം പോലീസല്ല, ഊന്നുകൽ പോലീസാണ്. അതായത് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ഊന്നുകൽ പോലീസാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള ഒരു പ്രത്യേക സംഘമാണ് പകൽ ഈ വിവരം അറിഞ്ഞതോടുകൂടി കണ്ണൂർക്ക് തിരിച്ചിട്ടുള്ളത്. ഇവർ വൈകാതെ തന്നെ കണ്ണൂരിലെത്തും. മാത്രമല്ല, ഈ കേസിൽ ഇപ്പോൾ കണ്ണൂർ സിറ്റി പോലീസിന് കീഴിൽ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അർജുൻ ആയങ്കിയുടെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയതിന് ശേഷമാവും ഇവർ ഒരു പ്രൊഡക്ഷൻ വാറണ്ട് മജിസ്ട്രേറ്റിനെ കാണിച്ചുകൊണ്ട് ആയങ്കിയെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കുന്ന നടപടിയിലേക്ക് പോവുക. തുടർന്നായിരിക്കും ആയങ്കിയെ കോതമംഗലത്തേക്ക് അല്ലെങ്കിൽ ഊന്നുകലിലേക്ക് എത്തിച്ചുകൊണ്ട് കേസിന്റെ മറ്റ് നടപടികളിലേക്ക് കടക്കുക. മാത്രമല്ല, ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഇത്തരത്തിൽ തൃശ്ശൂരിൽ നിന്നായും എറണാകുളത്ത് നിന്നായും ആയങ്കിക്ക് സഹായം ചെയ്തിട്ടുള്ള ആയങ്കിയുടെ സഹോദരൻ അഖിൽ ആയങ്കിയും മറ്റ് 3 സുഹൃത്തുക്കളെയും പരിചയക്കാരെയും പോലീസ് പിടികൂടിയിരുന്നു. ഇവരെ കഴിഞ്ഞ ദിവസത്തോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി കോതമംഗലം സ്റ്റേഷനിലേക്ക്, ഊന്നുകൽ സ്റ്റേഷനിലേക്ക് എത്തിച്ച് പിന്നെ കോതമംഗലം സ്റ്റേഷനിൽ എത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തി ഇവരെ റിമാൻഡിലേക്ക്, ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ഇത്തരത്തിലേക്കുള്ള നടപടികളിലേക്ക് തന്നെയാണ് പോലീസ് കടക്കാൻ ശ്രമിക്കുന്നത്. കാരണം പകൽ 2 മണിയോടുകൂടി കണ്ണൂരിൽ വെച്ച് ആയങ്കിയെ അറസ്റ്റ് ചെയ്ത ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ പോലീസ് അനുബന്ധ സ്റ്റേഷനുകളിലേക്ക് അറിയിച്ചു. ആയങ്കിക്ക് കേസുകളുള്ള അല്ലെങ്കിൽ ആയങ്കിക്ക് നേരെ കുറ്റം ചുമത്തിയിട്ടുള്ള പോലീസ് സ്റ്റേഷനുകളിലേക്കെല്ലാം തന്നെ ഇതിന്റെ വിവരങ്ങൾ എത്തി. അതിൽ പ്രധാനമായും എത്തിയത് കോതമംഗലം SHOയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ, അന്വേഷണം പുരോഗമിക്കുന്ന കേസിൽ, ഒളിവിലുള്ള കേസിൽ ഊന്നുകൽ പോലീസിനാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ ജില്ലാ പോലീസ് മേധാവിയും മൂവാറ്റുപുഴ DYSPയുടെയും നേതൃത്വത്തിലാണ് ഊന്നുകൽ സ്റ്റേഷനിൽ നിന്നും ഒരു സംഘം കണ്ണൂരിലേക്ക് തിരിച്ചിട്ടുള്ളത്. ഇവരെന്തായാലും കയ്യിലുള്ള പ്രൊഡക്ഷൻ വാറണ്ട് മുന്നോട്ട് വെച്ചുകൊണ്ടായിരിക്കും അർജുൻ ആയങ്കിയെ കസ്റ്റഡിയിലെടുക്കുക, തുടർന്ന് ഊന്നുകൽ സ്റ്റേഷനിലേക്ക് എത്തിക്കുക. മാത്രമല്ല, എറണാകുളം സ്റ്റേഷനിൽ തന്നെ ഇത് കൂടാതെ എറണാകുളം റൂറൽ ലിമിറ്റിൽ മാത്രമായി മുഖ്യമന്ത്രിയെ ഭീഷണിപ്പെടുത്തിയ മറ്റൊരു കേസ് കൂടി ആയങ്കിക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് ചുമത്തിയിരുന്നു. ഇതിലുള്ള അന്വേഷണവും ഇതിലേക്ക് ആദ്യമായി എറണാകുളം ജില്ലയിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും ഇതിന്റെ നടപടികളിലേക്ക് കൂടി പോലീസ് കടക്കുക. ജിൻസി, അപ്പോൾ ഊന്നുകൽ പോലീസ് ഒരു സംഘമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കോതമംഗലം CIക്കെതിരെയുള്ള അധിക്ഷേപ പരാമർശങ്ങൾ, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള കേസുകളിൽ കൂടി ഇനി അർജുൻ ആയങ്കി നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നുള്ള വിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ അവരിവിടെ എത്തിച്ചേർന്നാൽ അർജുൻ ആയങ്കി അങ്ങോട്ട് കൊണ്ടുപോകുന്നതിനുള്ള കാര്യങ്ങളൊക്കെ പുരോഗമിക്കും. നിലവിൽ കണ്ണൂർ സൈബർ സ്റ്റേഷനിലാണ് അർജുൻ ആയങ്കി ഉള്ളത്. അവിടെ ഔദ്യോഗികമായി തന്നെ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള നടപടികളൊക്കെ പുരോഗമിക്കുന്നു എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ലഭിച്ചത്.